കുടുംബമായി പോകാൻ കൊള്ളാത്ത സ്ഥലം, കള്ളും കഞ്ചാവും ഡ്രഗ് അഡിക്ട്സും നിറഞ്ഞ തെരുവുകൾ, സെക്സ് വർക്കേഴ്സ് അഴിഞ്ഞാടുന്ന റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്, പേടിയില്ലാതെ രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ ആകാം നിങ്ങൾ പലരും മലയാളികളടങ്ങുന്ന വ്ളോഗർമാരിൽ നിന്നും ആംസ്റ്റർഡാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതൊക്കെ വിശ്വസിച്ച് ആംസ്റ്റർഡാമിനെക്കുറിച്ചൊരു കിയോട്ടിക് ഇമേജാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗാ ടി വി യൂറോ ട്രിപ്പ് ഫീച്ചറിംഗ് ആംസ്റ്റർഡാം. ഈ യൂറോ ട്രിപ്പിലെ ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് ആംസ്റ്റർഡാം. എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റിലോടു കൂടിയാണ് ഞങ്ങൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നത്. പക്ഷേ ട്രെയിൻ സ്റ്റേഷന് പുറത്ത് ഞങ്ങളെ കാത്തിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ പോരാ, നല്ല കിടിലൻ മഴ. ആദ്യം ചെറിയ നിരാശയൊക്കെ തോന്നിയെങ്കിലും പൊതുവേ മഴ നനയാൻ ഇഷ്ടമുള്ള ഞങ്ങൾക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പെട്ടിയും ബാഗും എല്ലാം വാട്ടർ പ്രൂഫ് ആക്കിക്കൊണ്ട് അല്പനേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് എന്നോണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്ന് വിളിപ്പേരുള്ളൊരു ലേക്കാണിത്. അനേകം ഫെറി സർവീസുകളും അണ്ടർ വാട്ടർ ടണലുകളുമുള്ള ഈ വാട്ടർ ബോഡിയാണ് പ്രശസ്തമായ ആംസ്റ്റർഡാം കനാലുകളെ നോർത്ത് സീയുമായി ബന്ധിപ്പിക്കുന്നത്. തുറന്ന ആകാശവും തലങ്ങും വിലങ്ങും പായുന്ന ബോട്ടുകളും ഒക്കെയുള്ള ആ കാഴ്ചയെ മഴ കൂടുതൽ മനോഹരമാക്കി എന്ന് പറയുന്നതാവും ശരി. ആംസ്റ്റർഡാം സിറ്റിയുടെ മനോഹരമായൊരു ആകാശക്കാഴ്ച നൽകുന്ന ജനാലയുള്ള റൂമാണ് ഭാഗ്യത്തിന് ഇത്തവണയും ഞങ്ങൾക്ക് കിട്ടിയത്. മഴ വന്നും പോയിരിക്കുന്നു, പക്ഷെ അതൊന്നും നടക്കാനിറങ്ങിയ ഞങ്ങളെ ബാധിച്ചതേയില്ല. മഴയിൽ കുളിച്ചു കിടന്ന പാതയിലൂടെ ഞങ്ങൾ ആംസ്റ്റർഡാമിൻ്റെ ഉള്ളിലേക്ക് നടന്നു. തലങ്ങും വിലങ്ങും ഓടുന്ന സൈക്കിളുകളും ട്രാമുകളും അതിനിടയിലൂടെ നാടുകാണാനിറങ്ങിയ സഞ്ചാരികളും ഞങ്ങൾക്കൊപ്പം മഴ നനയാൻ കൂടി. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ആംസ്റ്റർഡാം? 13-ാം നൂറ്റാണ്ടിൽ ആംസ്റ്റൽ നദിക്ക് കുറുകെ ഒരു ഡാം പണിതു. ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി അതിനെ ആംസ്റ്റൽ ഡാം എന്നും പിന്നീട് ആംസ്റ്റർഡാം എന്നും വിളിക്കുകയായിരുന്നു. ഏകദേശം 30 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ആംസ്റ്റർഡാം ഇക്കാണുന്ന രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. ഡച്ച് മർച്ചൻ്റ് ഷിപ്പുകളാണ് ഒരു കാലത്ത് ഈ നഗരത്തിനെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് സിറ്റിയാക്കി മാറ്റിയത്. ഈ ഷിപ്പുകളുടെ ചരക്ക് നീക്കത്തിനായിട്ട് 100 കണക്കിന് ബ്രിഡ്ജുകളും അനേകം കനാലുകളും ചേർന്നാണ് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നത്. ഡച്ച് ഗോൾഡൻ ഏജ് എന്നാണ് ആ കാലഘട്ടം ഇന്നും അറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട നഗരങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ആംസ്റ്റർഡാം. പക്ഷേ ചരിത്ര പ്രാധാന്യം കൊണ്ട് മാത്രമല്ല ഇവിടം ഫേമസ് ആവുന്നത്. ആഘോഷങ്ങളുടെയും കണ്ടംപററി ഐഡിയകളുടെയും സ്വന്തം നാടായും ഈ നഗരം അറിയപ്പെടുന്നു. പഴമയെ ചേർത്ത് പിടിക്കുമ്പോഴും ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നതാണ് ഈ നഗരം എന്നും മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫി. ഈ സെൻട്രൽ സ്റ്റേഷനും പരിസരവും മാത്രമല്ല നമുക്ക് ആംസ്റ്റർഡാമിൽ കാണാനുള്ളത്. മറ്റൊരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ട്രാമുകളാണ്. അങ്ങനെ ഒരു ട്രാമിൽ ഞങ്ങളും കയറി. സിറ്റിയുടെ തിരക്കുകൾക്കിടയിലൂടെ തുളച്ചു പോകുന്ന ഈ ട്രാമുകളുടേത് അതിമനോഹരമായൊരു അനുഭവമായിരുന്നു. ചില്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികൾ പുറത്തുള്ള കാഴ്ചയെ ഒരു കാലിഡോസ്കോപ്പിൻ്റെ വ്യൂ പോലെ ഞങ്ങളിലേക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
സൗത്ത് ആംസ്റ്റർഡാമിലെ മ്യൂസിയം സ്ക്വയറിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആർട്ടിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നെതർലാൻഡ്സ്. റിക്സ് മ്യൂസിയം, വാൻഗോഗ് മ്യൂസിയം തുടങ്ങി ലോക ശ്രദ്ധ നേടിയ അനേകം മ്യൂസിയങ്ങളാണ് ഇവിടെയുള്ളത്. ലോകമെമ്പാടുമുള്ള ആർട്ട് ഹിസ്റ്ററി എന്തൂസിയാസ്റ്റുകൾക്കൊപ്പം ഞങ്ങളും കൗതുകം ജനിപ്പിക്കുന്ന ആ എക്സിബിഷനുകളിലൂടെ കയറിയിറങ്ങി നടന്നു. കണ്ണപ്പൻ ദാസൻകുട്ടി എന്നു പേരായ ഈ 2 ഡച്ച് സഹോദരന്മാരാണ് ഞങ്ങൾക്ക് ആംസ്റ്റർഡാമിനെ കുറിച്ചുള്ള ഈ കഥകളെല്ലാം പറഞ്ഞു തന്നത്. അല്പനേരം അവർക്കൊപ്പം ചിലവഴിച്ച് അവർ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് ഞങ്ങൾ അവർക്ക് ടാറ്റ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നടന്നു. ഈ മ്യൂസിയം സ്ക്വയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവഴിക്കാതെ കുറച്ച് നേരം അവിടെ ഐസ് സ്കേറ്റിംഗ് പഠിക്കുന്ന കുട്ടികളെയും ഒക്കെ കണ്ട് ആ തണുപ്പും മഴയും ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് അതിനോടും ഞങ്ങൾ വിട പറഞ്ഞു. കല ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ ഇതുപോലെ കിഡിലൻ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ഒരുപാട് സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളെ നമുക്ക് ആംസ്റ്റർഡാമിൽ കാണാനാകും. പിന്നീട് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റും ഞങ്ങൾ വഴിയിൽ കണ്ടിരുന്നു. ഗാച്ചു ഇപ്പോൾ ഈ കുശലം പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് വേട്ടയാടപ്പെട്ട ജൂതരായ കുട്ടികൾക്ക് അഭയം കൊടുത്ത അലീഡ ബോഷാർഡ് എന്നുള്ളൊരു ഹീറോയോടാണ്. ആംസ്റ്റർഡാമിൽ വന്നവരൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് ഞങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ പരമാവധി ആസ്വദിച്ച് ഈ ആംസ്റ്റർഡാം തെരുവുകളിലൂടെ വെറുതെ മഴ കൊണ്ടങ്ങനെ നടന്നു. പൊതുവെ ഷോപ്പിങ്ങിനോട് അത്ര ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പക്ഷേ ആംസ്റ്റർഡാം സ്ട്രീറ്റിലെ ഷോപ്പിംഗ് മറക്കാനാകാത്തൊരനുഭവമായിരുന്നു എനിക്ക് നൽകിയത്. ഇവിടെയുള്ള ഷോപ്പുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അങ്ങനെ തോന്നിയത്. മഴ തിളക്കം കൂട്ടിയ വഴിയിലൂടെ നടക്കുന്നതിനിടയിൽ ഞങ്ങളൊരു കടയിലേക്ക് കയറി. ഒരു ചെറു ചിരി പടർത്തുന്നതായിരുന്നു ഈ കടയിലെ ഓരോ ഐറ്റവും. പ്രത്യേക ഷേപ്പുകളിലുള്ള കപ്പുകളും ഹോം ഡെക്കോർ പാത്രങ്ങളും പ്രിൻ്റഡ് ടീഷർട്ടുകളും വാൾ പോസ്റ്റേഴ്സും ഒക്കെ ആണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. ഇത് കീ ചെയിനുകളാണ്. റാപ്പർ സ്നൂപ്പ് ഡോഗും ആർട്ടിസ്റ്റായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗും അടങ്ങുന്ന ഈ നിര താരസമ്പന്നമാണ്. നേർഡ്സ്, ഇൻട്രോവേർട്സ് തുടങ്ങി സമൂഹത്തിലെ മിസ്ഫിറ്റ്സ് എന്ന് വിളിക്കാവുന്നവർക്ക് ഒരു സ്വർഗം തന്നെയാണ് ഈ കടകൾ എന്ന് എനിക്ക് തോന്നി. ബ്രെയിൻ ടീസേഴ്സ് ആയിട്ടുള്ള ഗെയിംസ് തുടങ്ങിയിട്ട് റൂഡ് ഹാൻഡ് ഗസ്റ്റേഴ്സും പല നാട്ടിൽ എങ്ങനെ ആൾക്കാരെ ചീത്ത വിളിക്കാമെന്നും എല്ലാം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ വരെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മൊറാലിറ്റിയുടെ അമിതഭാരവുമായിട്ട് ഇങ്ങോട്ട് വരുന്നവർ നന്നായിട്ട് നിരാശപ്പെടാനും ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാതിരുന്നില്ല.
ആ കടകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതാ എക്സ്പെരിമെൻ്റൽ പെർഫോമൻസിന് ഉപയോഗിക്കുന്ന തരം മാസ്കുകൾ വിൽക്കുന്ന മറ്റൊരു ഷോപ്പ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കടകളാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങൾക്കതോടെ മനസ്സിലായി. ഇതൊക്കെ എന്താണെന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും. നാണിച്ചും സീക്രട്ടുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങളാണ് ഇവിടെ ഒരു ആഭരണക്കട പോലെ ഭംഗിയായി വിൽപ്പനയ്ക്ക് വച്ചേക്കുന്നത്. ഞാനിത് പറയുമ്പോൾ പലർക്കും വിമർശനം തോന്നിയേക്കാം. പക്ഷേ 4 വയസ്സ് മുതൽ നെതർലാൻഡ്സിലെ കുട്ടികൾക്ക് ഗവൺമെൻറ് സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കുട്ടികൾക്ക് പോലും തികച്ചും സഭ്യമായ കാര്യമാണ്. ഈ പ്രോഗ്രസീവ് അപ്രോച്ചിൻ്റെ ഫലമായിട്ട് നെതർലാൻഡ്സ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ STD റേറ്റുകളും ടീൻ പ്രഗ്നൻസി റേറ്റുകളും ഒക്കെയുള്ള ഒരു രാജ്യം കൂടിയായി മാറുന്നുണ്ട്. വീണ്ടും ചില തമാശക്കടകളിലൂടെ ഞങ്ങൾ കയറി ഇറങ്ങി വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടന്നു. അങ്ങനെ നടന്നു നിന്നത് കൗതുകമുണർത്തുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ്. ദ ഡക്ക് സ്റ്റോർ. വല്ല ടോയ് സ്റ്റോറുമാവെന്ന് കരുതി കയറി ചെന്നപ്പോഴല്ലേ തമാശ മനസ്സിലായത്. ലോകത്തുള്ള മനുഷ്യരും ജീവികളും എല്ലാം ഇവിടെ ഡക്കുകളായി അവതരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഡക്കുകളെയൊക്കെ ഒന്ന് ഡീറ്റെയിലായി തന്നെ കാണാൻ തീരുമാനിച്ചു. പിന്നെ ചിരി നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ഇത്രയും ചിരിക്കുന്നത്. Shark. There is a duck-shaped crocodile, there is a duck-shaped spider. Everything is duck-shaped. Duck-shaped bat. Duck-shaped. There is a duck-shaped spider. Crazy. എല്ലാം ഡക്ക്. നമുക്കിതുപോലത്തെ ഷോപ്പ് തുടങ്ങിയല്ലോ നാട്ടില്. കോക്കനട്ട് ഷോപ്പ് തുടങ്ങാം. എല്ലാം കോക്കനട്ട് പോലെ ഇരിക്കും. ട്രംപ്. ഇവരിലൊക്കെ ഡ്രസ് ഉണ്ടോ? ഇവിടെ ഇംഗ്ലീഷ് മാനാണ്. നമ്മൾ ഇന്ത്യക്കാരല്ലേ ഇവരുണ്ട് പട്ടാളക്കാര്. നേഴ്സ് ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. ആരും വെറുതെ വിട്ടിട്ടില്ല. പിക്കാച്ചുടക്ക് പിക്കാച്ചു ഡക്ക്, പശു ഡക്ക്, അങ്ങനെ 3-4 ഡക്കുകളെയും പൊക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ലോകത്തുള്ള എല്ലാ തരം ഫുഡ് ഐറ്റംസും ആംസ്റ്റർഡാമിൽ അവൈലബിൾ ആണ്. എങ്കിലും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡച്ച് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെ ഞങ്ങൾ ഭംഗിയായി അലങ്കരിച്ച ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. മനസ്സും വയറും ഒക്കെ നിറയെ ഫുഡ് അടിച്ച് ആ പരിപാടി അവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ കോഫി ഷോപ്പാണ്. മുഖം മറച്ചു വരുന്നതും റെസ്പെക്റ്റ് ഇല്ലാതെ ഉറക്കെ സംസാരിക്കുന്നതും ആൽക്കഹോളും ടുബാക്കോയും യൂസ് ചെയ്യുന്നതിനുമെല്ലാം ഇവിടെ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളൊരു ബോർഡാണ് ഞങ്ങളെ അവിടേക്ക് സ്വാഗതം ചെയ്തത്. ഏതൊരു സാധാരണ കഫേയും പോലെ തന്നെ കോഫിയും സ്നാക്സും ഒക്കെ തന്നെയാണ് ഇവിടെയും സെർവ് ചെയ്യുക. പക്ഷേ മെനുവിൽ ഒരു പുതിയ കാര്യം കൂടി ഉണ്ടെന്ന് മാത്രം. ഈ കാണുന്ന കാനബിസ് വെറൈറ്റീസ് തന്നെയാണത്.
വളരെ സേഫും റെസ്പെക്റ്റ്ഫുള്ളുമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അനുവാദം ചോദിച്ച ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ മാത്രമാണ് ഇവിടെ വീഡിയോ എടുക്കാൻ കഴിയുന്നത്. ഇതുപോലെ അനേകം ലോകപ്രശസ്ത കഫേകളുണ്ട് ഇവിടെ. ഇത് സ്നൂപ്പ് ഡോഗ് എന്ന റാപ്പറുടെ പേരിലുള്ള സ്വെഡ് എന്ന കഫേയാണ്. ഇതുപോലെയുള്ള ഒരുപാട് കഫേകളുടെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ ദിവസേന എത്തിച്ചേരുന്നുണ്ട്. ടുബാക്കോയും ആൽക്കഹോളും ഒക്കെ പോലെ മറ്റൊരു വസ്തു മാത്രമാണ് കാനബിസ് ഇവിടുത്തുകാർക്ക്. പക്ഷേ ഹാർഡ് ഡ്രഗ്സിന് ഇവർ ശക്തമായ എതിരുമാണ്. നമ്മുടെ നാട്ടിൽ ബാറുകളൊക്കെ നടത്തുന്ന പോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളൂ. ഒരുപാട് മനുഷ്യരെ പിടിച്ച് ജയിലിലിട്ട് പബ്ലിക് റിസോഴ്സസ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് ആൽക്കഹോൾ പോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതും ടാക്സ് ചെയ്യുന്നതുമാണ് പ്രാക്ടിക്കലായ സൊല്യൂഷൻ എന്ന തിരിച്ചറിവിലാണ് നെതർലാൻഡ്സ് ഈ ഒരു വഴി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. ഒളിക്യാമറയൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എല്ലാം ശക്തമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പക്ഷേ സുന്ദരികളായ സ്ത്രീകൾ ചുവന്ന വെളിച്ചം നിറഞ്ഞ ചില്ലുകൂടാരങ്ങളിൽ നിൽക്കുന്ന കാഴ്ച മറക്കാനാകാത്ത ഒന്നായിരുന്നു. കാനബിസ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ സെക്സ് വർക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സെക്സ് വർക്കേഴ്സിൻ്റെ സേഫ്റ്റിക്കായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഇവർ പോലീസ് പ്രൊട്ടക്ഷൻ പോലും കൊടുത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യരുള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് കുളമാക്കാതെ റെഗുലേറ്റ് ചെയ്യാനാണ് ഇവിടെ സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഗ്മാറ്റിക് ഹാം റിഡക്ഷൻ എന്നാണ് ഇതുപോലെയുള്ള സോഷ്യൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നതിന് ഇവർ വിളിക്കുന്ന പേര്. മൊറാലിറ്റിയെ ലെജിസ്ലേറ്റ് ചെയ്യുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ആവും എന്നുള്ള ഒരു തോട്ടാണ് ഡച്ച് കൾച്ചർ മുന്നോട്ട് വയ്ക്കുന്നത്. ആംസ്റ്റർഡാമിൻ്റെ രാത്രികൾ പുതിയൊരു ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നത്. വർണ്ണാഭമായ ലൈറ്റുകൾ തെളിയുന്ന കനാലുകളും നിരത്തുകളും കെട്ടിടങ്ങളും ഫ്രണ്ട്ഷിപ്പും പ്രണയവും കൗതുകവും പങ്കുവച്ച് ഒഴുകി നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള മനുഷ്യർ. കലയും പാട്ടും ഡാൻസും പലതരം രുചികളും നിറഞ്ഞ ഇടനാഴികൾ. ഇഫ് ഹാപ്പിനെസ് ഇസ് എ പ്ലേസ് ദെൻ ഇറ്റ് മസ്റ്റ് ബി ദിസ് എന്ന് തോന്നിപ്പോയ കുറച്ച് സമയമായിരുന്നു ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടത്. ഒരു കനാൽ യാത്ര നടത്താതെ എങ്ങനെയാണല്ലേ ആംസ്റ്റർഡാമിലെ യാത്ര പൂർണ്ണമാവുക. ഞങ്ങളും മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഒരു ബോട്ടിൽ കയറിപ്പറ്റി. സുന്ദരമായി അലങ്കരിച്ച ആംസ്റ്റർഡാം തെരുവുകളും വീഥികളും കനാലുകളും ബോട്ടുകളും മാത്രമല്ല ഇവിടുത്തെ കാഴ്ച. ലൈറ്റ്സ് ഫെസ്റ്റിവൽ എന്നൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആർട്ട് ഇൻസ്റ്റലേഷൻസാണ് ഈ ബോട്ട് റൈഡിലുടനീളം നമ്മൾ കാണുക. Mainly one of those rituals that we do all together, hopefully showering. ഒരു സ്റ്റാൻഡപ്പ് കോമിക്കായിട്ടുള്ള ഈ മച്ചാനാണ് ഞങ്ങൾക്ക് ഓരോ ഇൻസ്റ്റലേഷനെ കുറിച്ചും ആംസ്റ്റർഡാമിനെ കുറിച്ചും എല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നത്.
മ്യൂസിയം ചുമരുകളിൽ നിന്ന് ചാടി ഇറങ്ങിയ ആർട്ട് വർക്കുകൾ ഇവിടെ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചവറ്റുകുട്ടയിലറിയാം. ആംസ്റ്റർഡാം ഞങ്ങളെ സംബന്ധിച്ച് ഹൃദ്യമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടതാണ് നിങ്ങൾ കാണുക, നിങ്ങൾക്കിഷ്ടപ്പെട്ടതാണ് നിങ്ങൾ അനുഭവിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ അടഞ്ഞ ചിന്തകൾ പലതും തുറന്നും ജഡ്ജ്മെൻറ്റുകൾ പലതും തിരുത്തിയും 1000 പുതിയ ലോകങ്ങളിലേക്കുള്ള യാത്രകൾ സ്വപ്നം കണ്ടും ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു. മനുഷ്യനുള്ളിടത്തോളം യാത്രകൾ അവസാനിക്കുന്നില്ലല്ലോ.